കുമ്പളങ്ങി കെൽട്രോൺ പാലം നിർമ്മാണ പൂജാ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തിയെന്ന് ആരോപിച്ച് CPIയും കുമ്പളങ്ങിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുമ്പളങ്ങി അരൂർ കെൽട്രോൺ പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് സുരക്ഷാ മുന്നറിയിപ്പിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡുകളും നശിപ്പിച്ചെന്നാരോപിച്ച് കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ CPM കുമ്പളങ്ങി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. പഴങ്ങാട് കവലയിൽ നടത്തിയ പ്രതിഷേധം ജില്ലാ കമ്മിറ്റി അംഗം PA പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. കോൺഗ്രസ് പാർട്ടി എവിടെ വികസനം വന്നാലും അതിനെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നിൽക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പോകണം. കേവലം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഒരു ഇടപെടൽ മാത്രമല്ല, കേരളത്തിലാകെ ഇങ്ങനെയാണ്. ഏത് പ്രവർത്തനം നടന്നാലും അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ 5 വർഷം LDF ഭരിച്ചാൽ 5 വർഷം UDF. 5 വർഷത്തിന് കാത്തിരിപ്പുള്ളൂ, പിന്നെ അവർക്ക് ഭരണകക്ഷിയായി മാറാം. ഇപ്പൊ 10 വർഷമാകുന്നു കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താണ്. ഇനി അടുത്ത ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം പോലെ സംസ്ഥാനത്ത് ഇത്രമാത്രം വികസനം നടത്തിയിട്ടുള്ള സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള സർവേ റിപ്പോർട്ടുകളും പരിശോധനകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ആകെ വല്ലാത്തൊരു വിഷമസന്ധിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NT സുനിൽ അധ്യക്ഷനായി. നിർമ്മാണം ആരംഭിക്കുന്ന പ്രദേശത്തെത്തിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫിനെയും KRFP ഉദ്യോഗസ്ഥരെയും അധിക്ഷേപിക്കുകയായിരുന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. വൈസ് പ്രസിഡന്റിന്റെ ഭീഷണിയെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് പരിപാടിയിൽ പങ്കെടുക്കാതെ മടങ്ങിയതെന്നും ഇവർ പറഞ്ഞു. സംസ്ഥാന സർക്കാരും കൊച്ചിയുടെ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട KJ മാക്സിയും അരൂര് MLA ആയി വീണ്ടും പാർലമെന്റിലേക്ക് പോയ ആരിഫ് ഉൾപ്പെടെയുള്ള MLA മാർ, തുടർന്ന് വന്ന ദലീമ ജോജോ ഉൾപ്പെടെയുള്ള MLA മാരുടെ ശ്രമഫലമായി നമ്മുടെ എല്ലാം ആഗ്രഹത്തിനൊരു പൂർത്തീകരണം വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കുമ്പളങ്ങിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ ഈ പാലം പണി എങ്ങനെയും വൈകിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഇടപെടൽ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ തടസ്സവാദങ്ങളുമായി പഞ്ചായത്ത് യോഗങ്ങളിലും കുമ്പളങ്ങിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം വിളിക്കുമ്പോഴുമെല്ലാം സങ്കുചിതമായ ചില താൽപര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ തടസ്സപ്പെടുത്തി ഈ വികസനം ഇല്ലാതാക്കാം. പൊതുമരാമത്ത് വകുപ്പ് സ്ഥാപിച്ച ബോർഡുകളും ബാനറും വൈസ് പ്രസിഡന്റ് വലിച്ചെറിഞ്ഞ് ചടങ്ങ് അലങ്കോലപ്പെടുത്തുകയായിരുന്നുവെന്നും പാലം നിർമ്മാണത്തിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ലാത്തതിനാൽ തടസ്സപ്പെടുത്തി കുമ്പളങ്ങി നിവാസികളുടെ ചിരകാല സ്വപ്നം തകർക്കാനാണ് വൈസ് പ്രസിഡന്റ് ശ്രമിച്ചതെന്നും CPM ആരോപിച്ചു. പൊതുമുതൽ നശിപ്പിച്ച കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ കേസെടുക്കണമെന്ന് CPM കുമ്പളങ്ങി സൗത്ത് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗത്തിൽ ജെയ്സൺ ടി ജോസ്, സജീവ് ആന്റണി, TD സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.